കഴിഞ്ഞ ദിവസം ഉണ്ണി വ്ളോഗ് എന്ന് പറഞ്ഞ ഒരു ഫിലിം റിവ്യൂവറിനെ ഒരു സംവിധായകൻ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും തെറി വിളിക്കുകയും ചെയ്യുന്നതായിരുന്നു. അതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഉണ്ണി വ്ളോഗ്സിനെ പറ്റി എനിക്കറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ബാലയുടെ ഇഷ്യൂ നടന്നപ്പോൾ അതിഥി തൊഴിലാളി എന്ന് വിളിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ ഒരാളെയാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ ഇപ്പോൾ അയാളെ ഒരാൾ വിളിച്ച് തെറി വിളിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അയാൾ തെറി വിളിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ആ മനുഷ്യടുത്ത സിനിമ അല്ലെങ്കിൽ ഇപ്പോൾ അയാളുടെ കഴിവിൻ്റെ പരമാവധി ഒരുപാട് പേരുടെ കഷ്ടപ്പാടും ഒക്കെ ആയിട്ടുള്ള സിനിമ നമ്മൾ ഈ പൊതു രീതിയിൽ സംസാരിക്കുമ്പോഴേ അങ്ങനെ ഒരുപാട് പേരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കാതെ ഒരു സിനിമ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചൊരു വ്ളോഗറാണ് ഈ ഉണ്ണി വ്ളോഗ്സ്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ല, അവൻ്റെയൊക്കെ രീതി അതാ. അപ്പോൾ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ആൾക്കാർ അവരുടെ വികാര പ്രകടനം ചിലപ്പോൾ നമ്പർ കിട്ടിയ ആൾക്കാർ ഈത്ത വിളിച്ച് തെറി വിളിച്ചെന്നൊക്കെ ഇരിക്കും. അത് ഈ ചെയ്ത പ്രവർത്തിക്ക് അത് അതിനൊരു റിപ്ലൈ പോലെ കരുതിയാൽ മതി. എന്നോട് പറഞ്ഞതാണല്ലേ, എന്നോട് അവൻ അങ്ങനെ എന്തോ ആണ് സംസാരിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ ചേർത്താൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല, അതുകൊണ്ട് അതിഥി തൊഴിലാളി എന്ന് വിളിക്കാൻ ഇന്ത്യയിൽ ഒരിടത്തും പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു. അതിഥി തൊഴിലാളി എന്നാണ് അവർ വിളിക്കുന്നത്, അല്ല അളിയാന്നല്ല. ഉണ്ണിയുടെ വീട്ടിൽ ബംഗാളി മണിക്ക് വരുമ്പോൾ അളി എന്ന് വിളിക്കുമെന്ന് എനിക്കറിയത്തില്ല. അവൻ്റെ പെങ്ങളോ അല്ലെ അവൻ്റെ ഭാര്യയായിട്ടുള്ള ബന്ധമാണ് ഈ അളിയനെ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പൊതുബോധത്തിൻ്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആൻസറാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? സാധാരണ ഞാനിങ്ങനെ ആയിരിക്കത്തില്ല പറയുന്നത്. റിവ്യൂ ചെയ്യുന്നവനെ ഒന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ഒരാളുടെ റിവ്യൂ കണ്ടിട്ടല്ല സിനിമ കാണുന്നത്. പിന്നെ റിവ്യൂവറും സംവിധായകനും തമ്മിൽ അടിപിടി കേസ് പല പ്രശ്നങ്ങളെ പറ്റിയൊക്കെ കാണാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് ഇപ്പം ശരിയാ, ഉണ്ണി അങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ എന്താ പറയേണ്ട, ഈ പറഞ്ഞ സംവിധാനം ഭയങ്കരമായിട്ട് മാനസിക വിഷമം ഉണ്ടാകുന്നു. അയാൾ ആ മാനസിക വിഷമം പ്രകടിപ്പിക്കുന്നു. അത് കേട്ട് പേടിക്കുകയോ മോങ്ങുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായി? അതിനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തങ്ങ് വിടുക എന്നുള്ളതേ ഉള്ളൂ. ഈ വീട്ടിൽ കയറി തോക്കുമായിട്ട് വന്ന് അവിടെയുള്ള സാധനങ്ങൾ മൊത്തം വലിച്ചെറിഞ്ഞപ്പോൾ ഇല്ലാത്ത വിഷമവും പേടിയൊക്കെ ഇവൻ ഇപ്പം എങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ അങ്ങനെ കാണാൻ പറ്റണം അല്ലേ? അല്ല എങ്ങനെയാ? താനെന്ത് പറയുന്നു? ഇപ്പൊ ഈ അശ്വിൻ കോക്കിനെതിരെയും ഉണ്ണി വ്ളോഗ്സിനെതിരെയൊക്കെ ഇങ്ങനെ വരുന്നതിന്റെ കാരണം എന്തായിരിക്കും? സിനിമാക്കാർ അശ്വിൻ കോക്കിനെ വിളിച്ച് ആരും തെറി വിളിച്ചായിട്ട് എനിക്കറിയത്തില്ല. അങ്ങനെ തെറി വിളിച്ചിട്ട് അവൻ നല്ല തെറി കേട്ടേനെ, അല്ല തിരിച്ചും വിളിച്ചേനെ, അല്ലാതെ മോങ്ങത്തില്ല. ഫേസ്ബുക്കിലൂടെ ഷുണ്ണിയൊക്കെ ആയതുകൊണ്ട് പേടിക്കുന്നത് ഇതൊക്കെ. അല്ല, ഫേസ്ബുക്കിലൂടെ അശ്വിൻ കോക്കിനെ തല്ലും എന്നൊക്കെ പറഞ്ഞു, തല്ലി കൈകാലൊടിക്കും എന്നൊക്കെ പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്, സംവിധായകൻ. അതൊക്കെ എങ്ങനെയാ ഫേസ് ചെയ്യുന്നത്? ഓക്കെ, അതൊക്കെ അഭിപ്രായം പറയുന്നവർക്കെതിരെ ഇങ്ങനെ ഈ സിനിമാക്കാർ ഇറങ്ങിത്തിരിക്കുന്നത് അസഹിഷ്ണുതയല്ലേ? എടോ, ഈ ഇപ്പൊ കണ്ടില്ലേ, നമ്മളിപ്പോ പറഞ്ഞ പോലെ ഒരാൾ വീട് കയറി ആക്രമിക്കുന്ന അത്രയൊന്നും വരത്തില്ല. മനസ്സിലായില്ലേ? അതിന്റെ വേറെ ലൈറ്റ് വെർഷനാണ്. ഇനി അടി ചിലപ്പോൾ ആരെങ്കിലും അടിക്കാൻ വന്നവരായിരിക്കും. ഇപ്പോൾ സാറാട്ടനെ തിയേറ്ററിൽ നിന്ന് പിടിച്ച് പുറത്തിറക്കി 10 മിനിറ്റ് കഴിഞ്ഞ് സിനിമയെ പറ്റി മോശമാണെന്ന് പറഞ്ഞ് 10 മിനിറ്റ് ഞാൻ കണ്ടോളെന്ന് പറഞ്ഞാൽ പടി കിട്ടുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അതുപോലെ എത്ര പ്രാവശ്യം അയാൾക്ക് നേരെ അക്രമം ഉണ്ടാകുന്നത്? അത് എല്ലാവരും നടന്നുകൊണ്ടിരിക്കും ഇവിടെ. പിന്നെ ഈ പറഞ്ഞ പോലെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇപ്പോൾ ഒരുത്ത് ഞാൻ എന്തെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെ വിളിച്ചു, അവൻ പബ്ലിക്കിൽ പോസ്റ്റ് ഇടുക എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമല്ല. അങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിച്ചാൽ ഞാൻ ഡിലീറ്റ് പോലും ചെയ്യത്തില്ല. കാരണം അത് അവരുടെ റിയാക്ഷൻ ആയിരിക്കും. അവർക്കും വേണ്ടേ? പേഴ്സണലി വിളിച്ചും തീർത്ത് വിളിക്കാറുണ്ട്, തെറി വിളി കത്രയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താ വേറെ വീട്ടിൽ വന്ന് വീഡിയോ എടുത്തുകൊണ്ട് പോയി കേസ് വരെ കൊടുത്തൊരു പൊട്ടനുണ്ട്, വല്ലാതായപ്പോൾ ഒരു പാവം. അങ്ങനത്തെ ഊളകളെയൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നത്. ഇതിപ്പോൾ എനിക്കിതിപ്പോൾ ഒന്നൊന്നും അല്ല, ഒരു 10 പേരുണ്ടായി. കേരളത്തിൽ ഒരു 42,000 ഡിസ്ലൈക്ക് മേടിച്ചാൽ ഒരു ദുരന്തമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയൊന്നും വരത്തില്ലെന്ന്. അയ്യോ, അതൊക്കെ വലിയ ടെറർ കേസുകളാണ്. ഇവർ ഭീഷണിപ്പെടുത്തുന്നത് ഇങ്ങനത്തെ വെള്ളം അടിച്ചിരുന്നപ്പോൾ വികാര പ്രക്ഷോഭമൊന്നും അല്ല. ഇത് സംഘടനകൾ വിളിച്ച് ഭീഷണിപ്പെടുത്തും, കൊല്ലുമെന്ന് പറയും. അങ്ങനെ വധഭീഷണിയൊക്കെ ഇവർ വിടാറുണ്ട്. അതൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ നേരിട്ട് ചിലർക്ക് ഇഷ്ടമുള്ളവർ പ്രകടിപ്പിക്കാൻ വരും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ ജാതി അധിക്ഷേപമുണ്ട്, മറ്റേതുണ്ട്, മറിച്ചോടെന്നൊക്കെ പറഞ്ഞാൽ ഏത് ജാതിയാണ് ഇവനെന്ന് എനിക്കറിയത്തില്ല. അവൻ്റെ ജാതി ഏതാണെന്ന് അറിഞ്ഞിട്ടാണോ വിളിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഇനി വേറെ ഏതെങ്കിലും ജാതിയുടെ പേര് പറഞ്ഞതിനുണ്ടെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ആയിരിക്കും അവരുടെ പ്രശ്നം. കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ സിഗരറ്റ് വലിയെ പറ്റി അവിടെ ചെന്ന് ഇത് പറയേണ്ടതില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ കാര്യം എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ട്. ഈ ഉണ്ണിയും ഇങ്ങനെയുള്ള കുറേ എണ്ണമുണ്ട് ഇങ്ങനത്തെ ഈ എന്താ പറയണ്ട ഒരുതരം വല്ലാത്ത അവസ്ഥയാണ് അവർക്ക്. എന്താ പറയണ്ടേ എനിക്കറിയത്തില്ല. ഇവർ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ ഒരു സംശയമാണ്. കാരണം ആ ഒരു സ്പിരിറ്റ് അവർക്കില്ല. ഇവിടെ ഈ കോമൺ മനുഷ്യൻ ജീവിക്കുന്ന കണ്ടിട്ടില്ലാത്ത പോലത്തെ സംസാരിക്കുന്നത്. ഈ നാട്ടിൽ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും ഒരിക്കലും സാധ്യമല്ല. അടുത്തുണ്ട് ഇവിടെ ആൾക്കാർക്ക് തുപ്പാൻ സ്ഥലമില്ല. മൂത്രം ഒഴിക്കുന്ന റോഡിലും പറമ്പിലും തൂർന്നവർ വരെയുള്ള നാട്ടിൽ ഇരുന്നുകൊണ്ട് വലിയ ഡയലോഗ് അടിക്കുന്നതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്ന സീനൊന്നുമല്ല. ആ സൈസ് പരിപാടി ഒരു ഉട്ടോപ്യൻ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഭയങ്കര മാന്യന്മാരാണെന്ന് 100 പേരെ കാണിക്കാമെന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇതിനൊക്കെ കൂടുതൽ കറക്റ്റ്നെസ് കണ്ടുപിടിക്കാൻ എനിക്കറിയാം. അല്ലെ അത് ഒരു കാര്യമില്ല. എന്നാൽ പിന്നെ എന്താ അവിടെ ഒരു 67 ദിവസത്തിന് ഇടയ്ക്ക് സുന്നത്ത് ചെയ്ത കൊച്ചിനെ പറ്റിമാരൊന്നും പറയത്തില്ലല്ലോ. ഒരു കുട്ടി മരിച്ചല്ലോ, ശബരിമല കുട്ടി മരിച്ചതിനെ പറ്റി ഇത്രയും വലിയ ശക്തമായ പ്രതികരണങ്ങളൊന്നും ഈ ഇവന്മാരുടെ ആരുടെ അടുത്തൊന്നും കാണത്തില്ല. അല്ലെ ഇവിടെ ഈ നാട്ടിലുള്ള സോ കോൾഡ് പ്രതികരണ അവനെന്താ പറയുക, അങ്ങനത്തെ ആൾക്കാരും അതുപോലെ വ്ളോഗ് ക്രിട്ടിക്ക് അല്ലെങ്കിൽ റിവ്യൂ എന്നൊക്കെ പറയുന്ന ആർക്കും വേറൊരു ഇഷ്യൂവിനും ഇടപെടുന്ന ഞാൻ കണ്ടിട്ടില്ല. സിനിമയുടെ ഇഷ്യൂ ആണെങ്കിലും ഇമാർ കയറി ഭയങ്കര റിവ്യൂ ഒക്കെ പറയുന്നവരാണ്. പക്ഷേ ആ ജയിലർ എന്ന് പറഞ്ഞ പടം കണ്ടിട്ട് ഞാൻ മാത്രമേ പറയുന്നുള്ളൂ ഇതിന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്തുകൊണ്ട് ഇത് കുട്ടികൾ കാണാൻ പാടില്ലാത്ത സിനിമയാണല്ലോ എന്ന് പറഞ്ഞാൽ ഒറ്റ റിവ്യൂ ഞാൻ കണ്ടില്ലല്ലോ. ഇവനൊക്കെ ഈ സിനിമ കണ്ടിട്ട് സിനിമയിൽ അങ്ങനെയുണ്ട്. ഈ ഉളത്രം കണ്ടുപിടിക്കാറിയാം. അതായത് മമ്മൂട്ടി സെക്രട്ടറിയെ പറ്റി പറഞ്ഞത് ശരിയായില്ല, വലിയ തെറ്റായിപ്പോയി, അതൊക്കെ അവൻ കണ്ടുപിടിക്കും. അവനൊക്കെ അതിനുള്ള റേഞ്ചൊക്കെ ഉണ്ട്. അതിൽ കൂടുതലൊന്നും വലിയ സാധനമൊന്നും ഇല്ല. പിന്നെ ഇങ്ങനെ ആരിലൊക്കെ ഇവനെയൊക്കെ വിളിച്ച് പേടിപ്പിച്ചവരെ വേണം പറയാം.
അല്ലാതെ തന്നെ പേടിച്ച് ഊറിയിരിക്കുക. അതിനിടെ കയറി പേടിപ്പിക്കാൻ കൂടെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഈ മൊണ്ണയൊക്കെ മൊണ്ണെന്ന് വലിക്കുന്ന പൊളിറ്റിക്കൽ കറക്റ്റാണോ? അല്ല വേണ്ട ഊള പഴം പഴം അതിൽ കൂടുതൽ എന്താ പറയാനാണ് ഇതിനെയൊക്കെ. പഴത്തെ കയറി ആരും വെറുതെ ചവിട്ടരുത്, പഴം ചമ്മിപ്പോവും. ഈ സംവിധായകനെതിരെ എന്തെങ്കിലും പറയാനുണ്ടോ? സംവിധായകനെതിരെ പറയാനുള്ളൂ എനിക്ക് ഇത്ര പറയാനുള്ളൂ, ഇങ്ങനത്തെ ഷുണ്ണിയൊന്നും വിളിച്ച് പേടിപ്പിക്കും. അല്ലെ ഈ ഷുണ്ണികളെ ഒന്നും വിളിച്ച് തെറി വിളിക്കരുത്. ഷുണ്ണിയൊക്കെ ഭയങ്കര ലോലരാ, മനസ്സിലായില്ലേ? അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുവഴിയൊക്കെ കഞ്ഞി പിടിച്ച് പോട്ടെന്ന് വെക്കണം. അല്ലാതെ ഇമാര് തീട്ട കേസ് മാത്രം അറ്റൻഡ് ചെയ്ത് ജീവിക്കുന്നവൻ അവിടെ ആ തീട്ട കേസ് അറ്റൻഡ് ചെയ്ത് നടന്നോളൂ. എല്ലാത്തിനും ഇവന്റെയൊക്കെ റിവ്യൂ കണ്ടിട്ട് പടം പൊട്ടുന്ന അയാൾക്ക് സംശയം തോന്നിയിട്ടുണ്ട് തന്നെ അയാൾക്കൊരു മണ്ടത്തരമുണ്ട്. ഈവൻ കോക്കാണെങ്കിൽ പോലും പറഞ്ഞ സിനിമ പൊട്ടുന്നതും വിജയിക്കുന്നതും കോക്കോ ഒരു റിവ്യൂവർ കാരണം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് അവന് അല്ലേ ഈ പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും റിവ്യൂ ചെയ്യുന്നത് എൻ്റെ കണ്ടന്റിന് ഞാൻ എന്തോ ചെയ്യുന്നു അത്രേ ഉള്ളൂ. അല്ല എനിക്ക് ഇന്നത്തെ ദിവസം കണ്ടന്റ് ഇതാക്കണമെന്ന് വിചാരിച്ചാൽ ഞാനും പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഈ പടത്തെ പറ്റി ഇങ്ങനെ പറയണം. അവൻ പറഞ്ഞിട്ട് പോട്ടെ. ഞാൻ സംവിധാനം ചെയ്താലോ അഭിനയിച്ചാലോ സൂപ്പർ സ്റ്റാർ ആയാലും ഞാൻ ഇവരൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. മോഹൻലാൽ അങ്ങനെ ശ്രദ്ധിക്കാറില്ല, മമ്മൂട്ടി ശ്രദ്ധിക്കാറില്ല. ഞാൻ നോക്കിയിട്ട് മോഹൻലാൽ അങ്ങനെ ആ പാടെ 1-2 പ്രാവശ്യം അതിൻ്റെ എഡിറ്റിംഗ് പഠിച്ചവർ മാത്രം സിനിമ കണ്ടിട്ട് എഡിറ്റിങ്ങിനെ പറ്റി പറയണമെന്ന് പറഞ്ഞ് മണ്ടത്തരമൊക്കെ പറയാറ്. പിന്നെ സ്ഥിരമായിട്ട് മണ്ടത്തരം പറയുന്നതുകൊണ്ട് അത് മണ്ടത്തരങ്ങളുടെ ലിസ്റ്റിൽ ഒരു മണ്ടത്തരം കൂടെ അത്രേ ഉള്ളൂ. പിന്നെ മമ്മൂട്ടി പറയുന്ന കാര്യത്തിൽ മണ്ടത്തരം കുറവാണ്. മമ്മൂട്ടി പറഞ്ഞത് കറക്റ്റാണ്. ആ വന്ന കാലഘട്ടത്തിൽ അങ്ങനെ സിഗരറ്റ് വലിച്ചതിൽ ഒരാൾ ഞാനുമാണ്. ആ കാലം മമ്മൂട്ടിയേക്കാൾ ഒരു 10 വയസ്സ് 40 വയസ്സ് 50 വയസ്സ് ഇളയതായിരിക്കും ഞാൻ. പക്ഷേ എങ്കിൽ പോലും ഞങ്ങളുടെ കാലഘട്ടത്തിലും ഇപ്പോഴും സിഗരറ്റ് ഷെയർ ചെയ്ത് വലിക്കുന്നവരുണ്ട്. സിഗരറ്റ് വലിക്കുക എന്ന് പറഞ്ഞാൽ സിഗരറ്റ് സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് ആ സ്ക്രീനിൻ്റെ അടിയിൽ എഴുതി കാണിച്ചിരുന്ന ഒരു കുഴപ്പമില്ല, മനസ്സിലായോ? അത് എഴുതി കാണിക്കാനാണോ ഈ ഷുണ്ണിക്കൊക്കെ പ്രശ്നമെന്ന് എനിക്ക് സംശയമില്ല. അപ്പോൾ കറക്റ്റായല്ലേ? സിനിമയിലൊക്കെ ഇത്രയും വലിയ സിഗരറ്റ് വലിക്കുമ്പോൾ എല്ലാം അടിയിൽ എഴുതി കാണിക്കുന്നതുകൊണ്ടാണ്. എനിക്ക് വന്ന TV ചാനലിൽ എഴുതി കാണിച്ചിരുന്ന ഷുണ്ണി പറഞ്ഞാൽ ഇത് കുഴപ്പമില്ല, എഴുതി കാണിച്ചില്ല, അടിയിൽ എഴുതി കാണിച്ചില്ല. മമ്മൂട്ടി പറഞ്ഞു എഴുതി കാണിച്ചല്ലോ, സിഗരറ്റ് സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് എഴുതി കാണിച്ചല്ലോ. അതാണോ അവൻ്റെയൊക്കെ പ്രശ്നം? അല്ല പിന്നെ ഊളത്തരം എന്താ പറഞ്ഞാൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഊളത്തരം, സുപ്രീം കോർട്ട് ഊളത്തരം. അപ്പോൾ മമ്മൂട്ടി സിഗരറ്റ് വലിക്കുന്നതിനെ പറ്റി പറഞ്ഞത് ശരിയാണെന്നാണോ താങ്കൾ പറയുന്നത്? ഇവിടെ മമ്മൂട്ടി സിഗരറ്റ് വലിച്ചു എന്ന് പറയാൻ മമ്മൂട്ടി സിഗരറ്റ് വലിച്ചുകൊണ്ടല്ലേ മമ്മൂട്ടി സിഗരറ്റ് വലിച്ചെന്ന് പറഞ്ഞത്. ഇപ്പം മമ്മൂട്ടി എന്തുകൊണ്ട് സിഗരറ്റ് വലിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യൻ സിഗരറ്റ് വലിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടല്ല മമ്മൂട്ടി സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയത്, മനസ്സിലായോ? ഇവർ ഈ പറയുന്ന കൺസേൺ അവർക്കുണ്ടെങ്കിൽ അവരിങ്ങനെ ഓരോരുത്തർ പറയുന്ന കേട്ടിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. മമ്മൂട്ടി സിഗരറ്റ് വലിക്കുന്നതും ഷാറൂഖ് ഖാൻ സിഗരറ്റ് വലിക്കുന്നതൊക്കെ സിഗരറ്റ് വലിക്കാർക്കൊക്കെ അറിയാം. ഇവിടെ ആര് സിഗരറ്റ് വലി തുടങ്ങുന്നത് ഇതേപോലെ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ മമ്മൂട്ടി സിഗരറ്റ് വലിക്കും എങ്കിൽ ഞാനൊരു സിഗരറ്റ് വലിച്ചേക്കാന്ന് പറഞ്ഞാൽ എത്ര വലിക്കാൻ പറ്റാത്തവരെ വലിപ്പിക്കാൻ പറ്റും. മമ്മൂട്ടി നേരത്തെ എന്ന് പറഞ്ഞാൽ വലിക്കാത്തവരുണ്ടോ? പിന്നെ മമ്മൂട്ടി പറയാം ഞാൻ സിഗരറ്റ് വലിക്കും, നീ ഒന്ന് വലിച്ചാൽ സിഗരറ്റ് കൊടുത്താൽ ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഞാൻ പറയാം ഞാൻ വലിക്കാറില്ല, എനിക്ക് വേണമെന്ന് പറയും. അത്ര സിമ്പിളാണ്. പിന്നെ പിള്ളേർ പിന്നെ സിഗരറ്റ് ഇപ്പോൾ പിള്ളേർ എന്തൊക്കെ അടിക്കുന്നതെന്ന് അവരോട് ചോദിക്കുന്നത്. +2 പഠിക്കുന്ന പിള്ളേരൊക്കെ ഭയങ്കര 5ാം അടിമയാണ് MDMA അടിമയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്കൂളിൻ്റെ പരിസരത്തോടെ പോലീസുകാരെ വന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. അവന്മാർ സിഗരറ്റൊക്കെ വല്ലപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞായിരിക്കും വലിക്കുന്നത്. അവിടെ മമ്മൂട്ടി സിഗരറ്റ് വലിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പിള്ളേരൊക്കെ പല പിള്ളേരും ഇതേപോലെ സ്കൂളിൻ്റെ പരിസരത്തൊക്കെ ഡ്രഗ്സ് എന്തിന് വരുന്നു, അതൊക്കെയാണ് ഇഷ്യൂസ്. അല്ലാതെ മമ്മൂട്ടിയുടെ സിഗരറ്റ് വലിക്കുമെന്ന് പറഞ്ഞൊന്നും ഇഷ്യൂ അല്ല. അന്ധകാലത്ത് അങ്ങനെ ആയിരുന്നു. പിന്നെ അതിന് മുന്നേ വീഡിയോ വലിച്ചെന്ന് പറയും ചിലപ്പോൾ ആൾക്കാർ. എല്ലാവരും ഒന്നിച്ച് ഞങ്ങൾ കട്ടൻ ചായം വീഡിയോ വലിക്കുക എന്ന് പറയാൻ പാടില്ലെന്നൊന്നുമില്ല. അതിന് എവിടെ നിന്നും പറയാം. അതിന് പിള്ളേരൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ TV ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ എങ്ങനെ കാണിക്കും? നിനക്ക് പുറത്തിറങ്ങി പിള്ളേരെ വഴിയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്തൊക്കെ ആവശ്യമില്ലാത്ത പരസ്യം കാണിച്ച് വെച്ചേക്കുന്നത്. പിള്ളേർക്ക് കാണാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ പുറത്തുണ്ട്. എല്ലാം പുറത്തൊക്കെ വന്ന് പ്രഭാഷണം ഒരിക്കലും നടത്താൻ പറ്റത്തില്ല ആണെന്നേ. പിന്നെ മതം പഠിപ്പിക്കാൻ പറ്റൂ? ഈ മതമൊക്കെ എങ്ങനെ പഠിപ്പിക്കുന്നത് കൊച്ചുങ്ങളെ? പോട്ടെ, നിനക്ക് ഈ 67 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ സുന്നത്ത് ചെയ്ത് കൊന്നതിനകത്ത് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഈ മമ്മൂട്ടിയുടെ കേസൊക്കെ പിടിക്കാൻ പറ്റുന്നു? ആ ആംബുലൻസ് ആകുമ്പോൾ വീഡിയോ ഇടരുത്.